സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്ന് കേരള PSC LP സ്കൂൾ ടീച്ചർ എന്ന തസ്തികയിലേക്കായിട്ട് നടത്തിയ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് പറയുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ കണ്ടെത്തുക. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ലോകത്തിലെ രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ്. ചന്ദ്രയാൻ ദൗത്യത്തിൽ 2023 ഓഗസ്റ്റ് 23 ബുധനാഴ്ച 6:04 PM ലാൻഡർ ചന്ദ്രനെ തൊട്ടത്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായിട്ട് പേടകം ഇറക്കിയ രാജ്യം ഇന്ത്യയാണ്. എസ് സോമനാഥാണ് ഇപ്പോഴത്തെ ISRO ചെയർമാൻ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 2, 3, 4 എന്നിവ ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം തന്നിരിക്കുന്നത്. ചന്ദ്രയാൻ ദൗത്യ സമയത്ത് ISRO ചെയർമാൻ ആയിരുന്നത് എസ് സോമനാഥാണ്. നിലവിൽ ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണനാണ്. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. CV കുഞ്ഞിരാമൻ, KP കേശവമേനോൻ, TK മാധവൻ തുടങ്ങിയ നേതാക്കളാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയവർ. വൈക്കം സത്യാഗ്രഹത്തിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യവുമായി ഗാന്ധിജി കേരള സന്ദർശനത്തിന് എത്തി. സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ സംഘടിപ്പിച്ചു. ഗാന്ധിജി ഈ സമരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചു. ശരിയായ ഉത്തരം കണ്ടെത്തുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നിവ ശരിയാണ്. 1, 2, 3 എന്നിവ ശരി. അടുത്ത ചോദ്യം, സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ദർപ്പണം, കേരള പഞ്ചിക, മലയാളി എന്നീ പത്രങ്ങളുടെ പത്രാധിപരായിരുന്നു അദ്ദേഹം. തിരുവിതാംകൂർ ദിവാൻ P രാജഗോപാലാചാരി ഉൾപ്പെടെയുള്ളവരുടെ ഭരണത്തിലെ പോരായ്മകൾ അദ്ദേഹം തുറന്നു കാണിച്ചത് തിരുവിതാംകൂറിൽ നിന്നും പുറത്താക്കുന്നതിന് കാരണമായി തീർന്നു. 1916 ഏപ്രിൽ 26 കണ്ണൂരിൽ വെച്ച് അദ്ദേഹം മരണമടഞ്ഞു. 1905 രാമകൃഷ്ണ പിള്ളയെ ആറ്റിങ്ങിൽ നിന്ന് ശ്രീമൂലം പ്രജാസഭയിലേക്ക് തെരഞ്ഞെടുത്തു. ഉത്തരം തന്നിരിക്കുന്നത് ഓപ്ഷൻ എ ആണ്. 1, 2, 3. അടുത്ത ചോദ്യം, ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. 1916 ഫെബ്രുവരിയിൽ ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടന വേദിയായിരുന്നു ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ പ്രത്യക്ഷപ്പെട്ട പൊതുപരിപാടി. 1918 അഹമ്മദാബാദ് മിൽ സമരവുമായി ബന്ധപ്പെട്ട് തൊഴിലാളികളുടെ കൂലി 35% വർദ്ധിപ്പിച്ചു കൊടുക്കാമെന്ന് മില്ലുടമകൾ സമ്മതിച്ചു. 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെച്ചു. 1930 മാർച്ച് 12 തിരഞ്ഞെടുക്കപ്പെട്ട 72 അനുയായികളോടൊപ്പം ഗാന്ധിജി സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡിയിലേക്ക് മാർച്ച് ചെയ്തു. ഉത്തരം ഓപ്ഷൻ സി. 1, 2, 3. ഇന്ത്യയുടെ പ്രാചീന സംസ്കാരമായ ഹരപ്പൻ സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ കേന്ദ്രങ്ങളും അതിപ്പോൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും ലിസ്റ്റിൽ നിന്ന് ശരിയായവ കണ്ടെത്തുക. തന്നിരിക്കുന്ന ചോലിസ്ഥാൻ പാകിസ്ഥാൻ, ഭനവാലി ഹരിയാന, ധോളവീര ഗുജറാത്ത്, ഷോർഗായി രാജസ്ഥാൻ. ഉത്തരം ഓപ്ഷൻ ബി. 1, 2, 3 ശരിയാണ്. അടുത്ത ചോദ്യം, പ്രാചീന സംസ്കാരങ്ങളിൽ ഒന്നായ മെസൊപ്പൊട്ടേമിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തെരഞ്ഞെടുത്ത് എഴുതുക. മെസൊപ്പൊട്ടേമിയയിലെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്ര നഗരമായിരുന്നു ഉറുക്ക്. ഗിൽഗമേഷിന്റെ ഇതിഹാസം എപ്പിക് ഓഫ് ഗിൽഗമേഷ് എന്ന ഗ്രന്ഥം മെസൊപ്പൊട്ടേമിയക്കാർക്ക് അവരുടെ ഗ്രാമീണ ജീവിതത്തിന്റെ പ്രാധാന്യം വെളിപ്പെടുത്തുന്നു. മെസൊപ്പൊട്ടേമിയയിൽ ഒരു രാജകീയ തലസ്ഥാനമായിരുന്നു മാരി. മെസൊപ്പൊട്ടേമിയൻ എഴുത്തുരീതി ക്യൂണിഫോം എന്നാണ് അറിയപ്പെടുന്നത്. ഉത്തരം ഓപ്ഷൻ എ. 1, 3, 4. 1,
3, 4. ചൈനീസ് സംസ്കാരവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. 1911 മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ ചൈനയിൽ ഒരു റിപ്പബ്ലിക് സ്ഥാപിച്ചു. മാവോ സേതുങ്ങാണ് ചൈനയിൽ മഹത്തായ സാംസ്കാരിക വിപ്ലവം ആവിഷ്കരിച്ചത്. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നിവയാണ് സൺയാറ്റ് സെന്നിന്റെ 3 തത്വങ്ങൾ. സൺയാറ്റ് സെന്നിന്റെ ആശയങ്ങളാണ് കുമിങ് താങ് പാർട്ടിയുടെ ദർശനത്തിന്റെ അടിത്തറ. ഉത്തരം ഓപ്ഷൻ ബി. 2, 3, 4. സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1932 കൽക്കട്ട മേയർ ആയി തെരഞ്ഞെടുത്തു. കോൺഗ്രസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഗാന്ധിജിയുടെ നോമിനിയായി മത്സരിച്ച പട്ടാഭി സീതാരാമയെ അദ്ദേഹം പരാജയപ്പെടുത്തി. ഇന്റർനാഷണൽ ആർമിയുടെ സുപ്രീം കമാൻഡറായി അദ്ദേഹം നേതൃത്വം ഏറ്റെടുത്തു. 1942 INA ഭടന്മാരെ കുറ്റവിചാരണ ചെയ്തു. ഓപ്ഷൻ സി. 1, 2, 3. 1, 2, 3. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ കണ്ടെത്തുക. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ് ആണ്. അബ്ദുൽ കലാം ആസാദ് ആണ് ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആദ്യ മുസ്ലിം പ്രസിഡന്റ്. റാഷ് ബിഹാരി ബോസ് ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ സൂററ്റ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. നിഷ്ക്രിയ പ്രതിരോധം എന്ന ആശയം ആദ്യം പ്രചരിപ്പിച്ചത് അരവിന്ദ് ഘോഷ് ആണ്. ഓപ്ഷൻ എ. 1, 3, 4. ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. പ്രാഥമിക വിദ്യാഭ്യാസം 6-ാം വയസ്സിൽ പ്രൈമറി സ്കൂൾ തലത്തിൽ ആരംഭിക്കുന്നു. ബഹുവിഷയ വിദ്യാഭ്യാസവും 1-ലധികം വിഷയങ്ങൾ പഠിപ്പിക്കുവാനുള്ള അവസരവും ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. 2 വർഷം വീതമുള്ള സെക്കൻഡറി, യൂണിവേഴ്സിറ്റി തലങ്ങൾ കൂടി ചേർന്ന് 4 വർഷത്തെ സെക്കൻഡറി വിദ്യാഭ്യാസ ഘട്ടത്തിന് രൂപം നൽകി. സ്കൂൾ തലത്തിലുള്ള പരീക്ഷകളാണ് നിർദ്ദേശിക്കുന്നത്. 10, 12 ക്ലാസുകളിൽ മാത്രം ബോർഡ് പരീക്ഷ. സ്പെഷ്യലൈസേഷനും ഗവേഷണത്തിനും കൂടുതൽ ഊന്നൽ നൽകുന്ന ബിരുദാനന്തര കോഴ്സുകളുടെ കാലാവധി 1 വർഷമോ 2 വർഷമോ ആണ്. ഓപ്ഷൻ ഡി. 2, 3, 4. കേരളത്തിലെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തെ ബോംബെ ക്രോണിക്കൽ 2-ാം ബർദോളി എന്ന് വിശേഷിപ്പിച്ചു. വരിക വരിക സഹചര്യ വലിയ സഹന സമരമായി എന്ന് തുടങ്ങുന്ന വിപ്ലവ ഗാനം പയ്യന്നൂർ സത്യാഗ്രഹത്തിലുടനീളം മുഴുകിക്കേട്ടു. സർക്കാർ സർവീസുകളിലുള്ള നിയമനത്തിലെ വിവേചനത്തിനെതിരായി പത്രങ്ങൾ, ലേഖനങ്ങൾ എഴുതിയതിന് തിരുവനന്തപുരം മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥികളായിരുന്ന GP പിള്ള, N രാമൻ പിള്ള, R ശങ്കരാവു എന്നിവരെ കോളേജിൽ നിന്നും പുറത്താക്കി. KPCC രൂപീകൃതമായപ്പോൾ കൊച്ചിക്ക് സ്വന്തമായ ഒരു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വരികയും C രാജഗോപാലാചാര്യ ആദ്യ DCC പ്രസിഡന്റ് ആവുകയും ചെയ്തു. ഓപ്ഷൻ ബി. 1, 2, 3. 1, 2, 3. ഇന്ത്യയുടെ നൈപുണ്യ വികസന പരിപാടികളുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. 2009 ഇന്ത്യയുടെ ആദ്യത്തെ നൈപുണ്യ വികസന പദ്ധതി പ്രഖ്യാപിക്കുകയും തുടർന്ന് നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആരംഭിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജനയുടെ കീഴിൽ വ്യവസായ അധിഷ്ഠിത നിപുണതകളിൽ യുവജനങ്ങൾക്ക് പരിശീലനം നൽകുന്നു. കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി നൈപുണ്യ വികസന മന്ത്രാലയം നടപ്പിലാക്കുന്ന പരിശീലന പരിപാടിയാണ് ഉഡാൻ പദ്ധതി. ഇന്ത്യയിൽ യുവജനങ്ങളുടെ കർമ്മശേഷി മറ്റു രാജ്യങ്ങൾക്ക് കൂടി പ്രയോജനപ്രദമാക്കാൻ വേണ്ടി ഉന്നതമായ പരിശീലനം ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഇന്റർനാഷണൽ സ്കിൽ സെന്ററുകൾ സ്ഥാപിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ. 1, 2, 4.
ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്ത തത്വങ്ങൾ സമൂഹ പഠനത്തിന് പ്രയോജനപ്പെടുത്തിയ ചിന്തകനാണ് ഹെർബർട്ട് സ്പെൻസർ. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണ്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലാവസ്ഥ ഇന്ത്യയിൽ ആദ്യം അനുഭവപ്പെടുന്ന സമതല പ്രദേശം പടിഞ്ഞാറൻ തീര സമതലം. താഴെ നൽകിയവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. നർമ്മദ, താപ്തി ഇന്ത്യയുടെ കിഴക്കോട്ടൊഴുകുന്ന നദികളാണ്. നാഗാർജുന സാഗർ ഡാം കൃഷ്ണ നദിക്ക് കുറുകെയാണ്. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ് കാവേരി. ഉത്തരം ഓപ്ഷൻ ബി. 2ഉം 3ഉം ശരി. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന നൽകുക. 5 വർഷ കാലയളവിലേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ 30 വയസ്സ് പൂർത്തിയായിരിക്കണം. ഒരു ഇലക്ട്രൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ഓപ്ഷൻ സി. 1ഉം 3ഉം. 1ഉം 3ഉം. താഴെ കൊടുത്തവയിൽ സെഫോളജിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് സെഫോളജി എന്ന വാക്ക് ഉത്ഭവിച്ചത്. ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രവചന പഠന ശാഖയാണ്. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് മുമ്പ് രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നണികളുടെയും വിജയ സാധ്യത പ്രവചിക്കുന്നു. ഓപ്ഷൻ എ. 1 മാത്രം. ഇലക്ട്രോൺ വോട്ട് എന്തിൻ്റെ യൂണിറ്റ് ആണ്? ഓപ്ഷൻ സി. ഊർജം. താഴെ പറയുന്ന ചലന നിയമങ്ങളിൽ ഏതാണ് ജഡത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ജഡത്വം. 1-ാം ചലന നിയമം. ഇലക്ട്രിക് അയൺ ബോക്സിൽ നടക്കുന്ന ഊർജ പരിവർത്തനം. ഓപ്ഷൻ ബി. വൈദ്യുതോർജം താപോർജമാകുന്നു. മനുഷ്യർക്ക് കേൾക്കാവുന്ന ആവൃത്തിയുടെ പൊതുവായ ശ്രേണി. ഓപ്ഷൻ ഡി. 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. ഒഴുകുന്ന ഒരു ദ്രാവകത്തിന്റെ തൊട്ടടുത്ത പാളികൾക്കിടയിലുള്ള ആപേക്ഷിക ചലനത്തെ വിസ്കോസ് ബലം എങ്ങനെ ബാധിക്കുന്നു? എതിർക്കുന്നു. മിന്നൽ രക്ഷാചാലകത്തിന്റെ ഉപയോഗം എന്ത്? ഇടിമിന്നലിൽ നിന്ന് കെട്ടിടങ്ങളെ സംരക്ഷിക്കാൻ. ഭൗമോപരിതലത്തിൽ ഒരു വസ്തുവിന്റെ ഭാരം m ആണെങ്കിൽ ചന്ദ്രനിൽ അതിന്റെ ഭാരം എത്രയായിരിക്കും? ഓപ്ഷൻ ബി. m/6. ഒരു മെക്കാനിക്കൽ സ്രോതസ് 400 ഹെർട്സ് തരംഗങ്ങൾ അയക്കുന്നു. ഇത് 2.5 മീറ്റർ തരംഗ ദൈർഘ്യമുള്ള തരംഗങ്ങൾ ഉണ്ടാക്കുന്നു എങ്കിൽ തരംഗത്തിന്റെ പ്രവേഗം എന്തായിരിക്കും? ഓപ്ഷൻ ഡി. 1000 മീറ്റർ/സെക്കൻഡ്. താഴെ പറയുന്നവയിൽ ഏതാണ് താപനിലയുടെ ഒരു യൂണിറ്റ്? ഫാരൻഹീറ്റ്. 3ാമത്തെ ഷെല്ലിന് സാധ്യമായ ഓർബിറ്റലുകളുടെ എണ്ണം 9. താഴെ പറയുന്നവയിൽ അമ്ല സ്വഭാവമുള്ള ഓക്സൈഡ് ഏത്? Cl2O7. ഒരു വാതകത്തിന്റെ വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന നിയമം ചാൾസ് നിയമം. വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് എന്താണ്? മെഥനോൾ. സ്ലേക്കട്ട് ലൈമിന്റെ രാസനാമം എന്താണ്? കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. മെർക്കുറി ശുദ്ധീകരിക്കുന്ന പ്രക്രിയ ഏതാണ്? സ്വേദനം. 4 ഗ്രാം സോഡിയം ഹൈഡ്രോക്സൈഡ് ജലത്തിൽ ലയിപ്പിച്ച് 500 മില്ലി ലായനി നിർമ്മിച്ചാൽ അതിന്റെ മൊളാരിറ്റി എത്രയാണ്? 0.2. 2022 രസതന്ത്രത്തിന് നോബൽ സമ്മാനം നേടിയതാരാണ്? ഓപ്ഷൻ ഡി. ഓൾ ഓഫ് ദി എബോവ്. നാഷണൽ സയൻസ് ഡേ ആചരിക്കുന്നത് ഏത് ശാസ്ത്രജ്ഞന്റെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ്? ഓപ്ഷൻ ബി. CV രാമൻ. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അധാര്യമായി തീരുന്ന അവസ്ഥ സെറോഫ്താൽമിയ. ലോകത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന സസ്യവർണ്ണകം ഏത്? ഹരിതകം എ. താഴെ തന്നിട്ടുള്ളവയിൽ കോശസ്തരത്തിന് ചുറ്റി കോശഭിത്തിയില്ലാത്ത പ്രോക്യാരിയോട്ടിക് കോശം ഏത്? ഓപ്ഷൻ സി. മൈക്കോപ്ലാസ്മ.
മനുഷ്യരിൽ ക്രോമസോം നമ്പർ 14 ജീനിന്റെ തകരാറ് മൂലമുണ്ടാകുന്ന രോഗമേത്? അൽഷിമേഴ്സ്. പാൻക്രിയാസിന്റെ ബഹിർസ്രാവി ഭാഗത്ത് പ്രവർത്തിച്ച് ജലം, ബൈകാർബണേറ്റ് അയോണുകൾ എന്നിവയുടെ ഉൽപാദനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോൺ ഏത്? ഓപ്ഷൻ ബി സെക്രീറ്റിൻ. തന്നിരിക്കുന്നവയിൽ 3 സൂക്ഷ്മ പോഷകങ്ങൾക്ക് അഥവാ ട്രേസ് മൂലകങ്ങൾക്ക് ഉദാഹരണമായി വരുന്നത്? ഓപ്ഷൻ എ ഇരുമ്പ്, മാംഗനീസ്, കോപ്പർ. ജനിതക എഡിറ്റിങ്ങിന് ഉപയോഗിക്കുന്ന ഏറ്റവും കാര്യക്ഷമമായ ജനിതക കത്രികയാണ്? ഓപ്ഷൻ ഡി. ആരാണ് ഇന്ത്യയുടെ മില്ലറ്റ് മാൻ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ പ്രൊഫസർ ഖാദർ വാലി. അടുത്ത ചോദ്യം മാത്സ് ചോദ്യമാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ചെയ്ത് നോക്കാം, ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. 47ാമത്തെ ചോദ്യം, ഉത്തരം ഓപ്ഷൻ എ. 48ാമത്തെ ചോദ്യം, ഉത്തരം ഓപ്ഷൻ സി. 48ാമത്തെ ചോദ്യം, ഓപ്ഷൻ സി. 49 ഓപ്ഷൻ എ. 50ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി. 51ാമത്തെ ചോദ്യം, ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 52ാമത്തെ ചോദ്യം, ഉത്തരം ഓപ്ഷൻ ഡി. 52 ഓപ്ഷൻ ഡി. 53ാമത്തെ ചോദ്യം, ഓപ്ഷൻ സി. 54ാമത്തെ ചോദ്യം, ഓപ്ഷൻ ബി. 55ാമത്തെ ചോദ്യം, ഓപ്ഷൻ ബി. 56ാമത്തെ ചോദ്യം, ഓപ്ഷൻ ഡി. 57ാമത്തെ ചോദ്യം, ഓപ്ഷൻ എ. 58ാമത്തെ ചോദ്യം, ഓപ്ഷൻ ബി. 59ാമത്തെ ചോദ്യം, ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി. 60ാമത്തെ ചോദ്യം, ഉത്തരം ഓപ്ഷൻ സി. മനഃശാസ്ത്ര ഗവേഷണത്തിന് ഉപയോഗിക്കുന്ന രീതികൾ, ലഭ്യമാകുന്ന വിവരങ്ങൾ എന്നിവ ക്രമപ്പെടുത്തി എഴുതുക. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ സി. വികാസ തത്വങ്ങളെ സംബന്ധിച്ചുള്ള പ്രസ്താവനകൾ കൊടുത്തിരിക്കുന്നു. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ആണ് ഉത്തരം. വൈജ്ഞാനിക വികാസത്തെ സംബന്ധിക്കുന്ന പിയാഷെയുടെ തത്വങ്ങളിൽ പ്രാഗ് മനോവ്യാപാര ഘട്ടത്തിന്റെ സവിശേഷത ഏത്? ഓപ്ഷൻ ഡി സ്വയം കേന്ദ്രീകൃത അവസ്ഥ. പഠനകാര്യങ്ങളിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥി കലാ കായിക മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നു. ഏത് രീതിയിലുള്ള സമായോജന തന്ത്രമാണ് ഈ സന്ദർഭത്തിൽ പ്രകടമാകുന്നത്? അനുപൂരണം. ആന്തരിക അഭിപ്രേരണയെ സംബന്ധിക്കുന്ന ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി പ്രവൃത്തിയും ലക്ഷ്യവും ഒരേപോലെ ആനന്ദകരമായി അനുഭവപ്പെടുന്നു. പ്രോജക്റ്റ് വിവരശേഖരണത്തിന്റെ ഭാഗമായി ലഭ്യമായ ദത്തങ്ങൾ ഗ്രാഫ് രൂപത്തിൽ ചിത്രീകരിക്കുന്നതിന് അനുയോജ്യമായ സോഫ്റ്റ്വെയർ? ഓപ്ഷൻ ബി ലിബർ ഓഫീസ് കാൽക്. ക്രമപ്പെടുത്തി എഴുതുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓപ്ഷൻ ഡി. ഏത് വിദ്യാഭ്യാസ ദാർശനികനാണ് വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത്? രവീന്ദ്രനാഥ ടാഗോർ. വൈകാരിക ബുദ്ധിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുവാനുള്ള കഴിവ് വൈകാരിക ബുദ്ധിയുടെ സവിശേഷതയാണ്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ കുട്ടികളുടെ ഭാഷാപരമായ ബുദ്ധി തിരിച്ചറിയുന്നതിന് ഏറ്റവും അനുയോജ്യമായ പ്രവർത്തനം ഏത്? സംവാദങ്ങൾ. 4ാം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിക്ക് വ്യത്യസ്ത തരം ഇലകളെ കുറിച്ച് അറിയുന്നതിന് ഏറ്റവും അനുയോജ്യമായ പ്രവർത്തനം ഏത്? ചുറ്റുപാടുമുള്ള ചെടികളുടെ നിരീക്ഷണം.
ക്ലാസ് മുറിയിൽ സംഘപഠനത്തിൻ്റെ സാധ്യത പരമാവധി വർദ്ധിപ്പിക്കുന്ന പ്രവർത്തന രീതി തിരഞ്ഞെടുക്കുക. വ്യത്യസ്ത നിലവാരത്തിലുള്ള വിദ്യാർത്ഥികളുടെ ഗ്രൂപ്പുകൾ രൂപീകരിച്ചുള്ള പഠനം. നക്ഷത്രഗണങ്ങളും അവയുടെ ആകൃതിയും പഠിപ്പിക്കുന്നതിന് അനുയോജ്യമായ വിദ്യാഭ്യാസ സോഫ്റ്റ്വെയർ ഏത്? സ്റ്റെല്ലേറിയ. പ്രൈമറി തലത്തിലെ വിദ്യാർത്ഥികൾക്കായി കളിരീതിയിൽ പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 1-3. അനുരൂപീകരണ ടീച്ചിങ് മാനുവലിൻ്റെ പ്രധാന സവിശേഷത എന്ത്? ഓരോ കുട്ടിക്കും അനുയോജ്യമായ രീതിയിൽ പഠനതന്ത്രങ്ങൾ തയ്യാറാക്കുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അന്തർദൃഷ്ടി പഠനത്തിൻ്റെ പ്രക്രിയ ഘട്ടങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത്? സമഗ്ര വീക്ഷണം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാമൂഹിക ജ്ഞാന നിർമ്മിതിയെ പരിപോഷിപ്പിക്കുന്നതിന് പരമാവധി സാധ്യതയുള്ള പഠന രീതി സഹവർത്തിത പഠനം. കാഴ്ച പരിമിതിയുള്ള ഒരു കുട്ടിക്ക് ക്ലാസ് മുറിയിൽ പഠനോൽപ്പന്നങ്ങൾ പൂർത്തിയാക്കാൻ സഹായിക്കുന്നതിനായി അവലംബിക്കാവുന്ന രീതി ഏത്? സ്പീച്ച് ടു ടെക്സ്റ്റ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നു. താഴെ പറയുന്നവയിൽ ജ്യാമിതീയ രൂപങ്ങൾ വരയ്ക്കുന്നതിനും അവയുടെ പ്രത്യേകതകൾ നിരീക്ഷിക്കുന്നതിനുമുള്ള സ്വതന്ത്ര സോഫ്റ്റ്വെയർ ജിയോജിബ്ര. ബ്രൂണറുകളുടെ വൈജ്ഞാനിക പഠന സിദ്ധാന്തമനുസരിച്ച് ഉയർന്ന തലത്തിലുള്ള ആശയരൂപീകരണം നടക്കുന്ന ഘട്ടം പ്രതിരൂപാത്മക ഘട്ടം. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് അടുത്തത് വരുന്നത്. കലംകാരി ലിറ്ററലി പെൻക്രാഫ്റ്റ് ഈസ് an art that involves hand block printing apart from painting. The Kalamkari goes through a vigorous process of resist dyeing and hand printing. The antiquity of natural dyed fabrics in India dates back to the pre-Christian era. The samples of these fabrics have been found in many excavations carried out at several parts of the world like Cairo, Greece, Central Asia and Arabia, suggesting an overseas trade. Percy Brown in his Arts and Crafts of India mentions that Kalamkari during the 18th century was practiced all over the Coromandel coast. Which region did Percy Brown mention that Kalamkari was practiced the 18th century? The Coromandel coast. Samples of natural dyed fabrics have been discovered in various excavations around the world. What does it suggest? Overseas trade. One of my friends consented to do the work. Choose the sentence with the correct gerund form of dance. Dancing is a good art form. I dashed the offer made by the company as I felt that it was unfair. I turned down. Choose the word that is a synonym of magnificent. Option D. Majestic. The teacher told the children to refrain using drugs from. Pick out the correct sentence. Nobody will ever find me. Arun attended the exam he wasn't feeling well. Although. Which level of Maslow's hierarchy involves the need for a sense of accomplishment and recognition? Esteem needs. ഒരു ദിവസം ഉറങ്ങി എണീറ്റപ്പോൾ പതിവില്ലാത്ത മട്ടിൽ പുലർച്ചെയുള്ള സ്വപ്നം താൻ മാത്രമല്ല മറ്റൊരാൾ കൂടി കണ്ടുകൊണ്ടിരുന്നതായി സാംസയ്ക്ക് അനുഭവപ്പെട്ടു. ഈ വാക്യത്തോടെ ആരംഭിക്കുന്ന മലയാള നോവൽ ഏത്? പട്ടുനൂൽപ്പുഴു. ജീവചരിത്രക്കുറിപ്പുകൾ എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? കവിതാ സമാഹാരം. താഴെ കൊടുത്തിരിക്കുന്ന ആത്മകഥകളെയും രചയിതാക്കളെയും ശരിയായി ക്രമപ്പെടുത്തുക. ഓപ്ഷൻ ഡി. തുടിക്കുന്ന താളകൾ
ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ ഭാസി. എൻ്റെ വഴിയമ്പലങ്ങൾ SK പൊറ്റക്കാട്. ഓർമ്മയുടെ അറകൾ ബഷീർ. ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം, പറുദീസ, നഷ്ടം എന്നീ കഥാസമാഹാരങ്ങളുടെ രചയിതാവ് ആര്? സുഭാഷ് ചന്ദ്ര. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്ന് ശരിയായ പദങ്ങൾ കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1 ഉം 4 മാത്രം. 1 ഉം 4. ഹാ സുഖങ്ങൾ വെറും ജാലം ആരറിവു നീയതിൻ ക്രാസു പൊങ്ങുന്നതും താനേ താണു പോവതും. ഈ വരികൾ രചിച്ചത് ആര്? കുമാരനാശാൻ. താഴെ കൊടുത്തിരിക്കുന്ന ശൈലിയുടെ ശരിയായ അർത്ഥം കണ്ടെത്തി ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ ബി. കായംകുളം വാൾ. രണ്ടു കക്ഷിയിലും ചേരുന്നവൻ. ദീപാളി കുളിക്കുക. പാപ്പരാകുക. ആലത്തൂർ കാക്ക. ആശിച്ചു കാലം കളയുന്നവൻ. ശതകം ചൊല്ലിക്കുക. കഷ്ടപ്പെടുത്തുക. സാഹിത്യ ചരിത്ര സംബന്ധമായി മലയാളത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യ കൃതിയും രചയിതാവും ഏതെന്ന് കണ്ടെത്തുക. മലയാള ഭാഷാ ചരിത്രം. പി ഗോവിന്ദപിള്ള. താഴെ കൊടുത്തിരിക്കുന്ന ബാലസാഹിത്യ കൃതികളുടെ രചയിതാക്കളെ കണ്ടെത്തി ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ ഡി. പുഷ്പവാടി കുമാരനാശാൻ. അപ്പുവിൻ്റെ ലോകം ഉറൂബ്. കുഞ്ഞിക്കൂന് പി നരേന്ദ്രനാഥ്. ആനക്കാരൻ കാരൂർ നീലകണ്ഠപിള്ള. അവസാനത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പദങ്ങൾ കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് ഉത്തരം. 2 ഉം 3. PSCയുടെ പ്രൊവിഷണൽ ആൻസർക്ക് അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.